ഹരി ഓം. ഇന്ന് ശ്രീമന്നാരായണീയം 80-ാം ദശകം സ്യമന്തകം എന്ന കഥയുടെ തുടർച്ച. ശ്ലോകം 7 മുതൽ 11 വരെയുള്ളവ വായിക്കാം. 7-ാമത്തെ ശ്ലോകം. വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയദാഹ കഥയാഥ കുരൂൻ പ്രയാതേ ഹി ഗാന്ധിനേയകൃതവർമ്മഗിരാ നിപാത്യ സത്രാജിതം ചതധനുർമണിമാജഹാര. അർത്ഥം: ത്വയി നിന്തിരുവടി, വ്രീളാകുലാം ലജ്ജാശീലയായ, സത്യഭാമാം രമയതി സത്യഭാമയെ രമിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടവേ, അഥ കൗന്ദേയ ദാഹകഥയാ കുരൂൻ പ്രയാതേ അല്പകാലത്തിനു ശേഷം പാണ്ഡവന്മാർ അരക്കില്ലത്തിൽ വെന്തുപോയി എന്ന വൃത്താന്തം കേട്ട് കുരുദേശത്തേക്ക് ഹസ്തിനപുരത്തേക്ക് എഴുന്നള്ളുകയുണ്ടായി. അപ്പോൾ ഹി ശതധനുഃ ഗാന്ധിനേയ കൃതവർമ്മഗിര സത്രാജിതം നിപാത്യ മണിം ആജഹാര. കഷ്ടം! ശതധന്വാവ് അക്രൂരൻ്റെയും കൃതവർമാവിൻ്റെയും വാക്ക് കേട്ട് സത്രാജിത്തിനെ നിഗ്രഹിച്ചിട്ട് സ്യമന്തകരത്നം തട്ടിയെടുത്തു. 8-ാമത്തെ ശ്ലോകം. ശോകാത് കുരൂനുപഗതാമവലോക്യ കാന്താം ഹത്വാ ദ്രുതം ചതധനും സമഹർഷയസ്താം രത്നേ സശങ്ക ഇവ മൈഥിലഗേഹമേത്യ രാമോ ഗതാം സമശിശിക്ഷതധാർത്തരാഷ്ട്രം. അർത്ഥം: ശോകാത് കുരൂൻ ഉപഗതാം കാന്താം അവലോക്യ, അച്ഛൻ വധിക്കപ്പെട്ടതിലുള്ള ദുഃഖം നിമിത്തം ആ സങ്കടം പറയാൻ ഹസ്തിനപുരത്തിലേക്ക് വന്നെത്തിയ പ്രിയയെ, സത്യഭാമയെ കണ്ടിട്ട്, ദ്രുതം ഒട്ടും താമസിയാതെ, ശതധനും ഹത്വാത്വം ശതധന്വാവിനെ നിഗ്രഹിച്ച് നിന്തിരുവടി, താം സമഹർഷയ ആ സത്യഭാമയെ തികച്ചും സന്തോഷിപ്പിച്ചു. രാമഃ രത്നേ സശങ്കഃ ഇവ, ബലരാമൻ സ്യമന്തകത്തെ സംബന്ധിച്ച് ശങ്കയുള്ളവനെപ്പോലെ ദ്വാരകയിലേക്ക് മടങ്ങാതെ മിഥിലാരാജധാനിയിൽ ചെന്ന് മിഥിലാഗേഹം ഏത്യ അവിടെ താമസിക്കുന്ന കാലത്ത് ധാർത്തരാഷ്ട്രം ഗതാം സമശിശിക്ഷത, ദുര്യോധനനെ ഗദായുദ്ധം വഴി പോലെ പഠിപ്പിച്ചു. 9-ാമത്തെ ശ്ലോകം. അക്രൂരയേഷ ഭഗവൻ ഭവതിച്ഛയൈവ സത്രാജിതഃ കുചരിതസ്യ യുയോജ ഹിംസാം അക്രൂരതോ മണിമനാഹൃതവാൻ പുനസ്ത്വം തസ്യൈവ ഭൂതിമുപധാതുമിതി ബ്രുവന്തി. അർത്ഥം: ഭഗവാനെ, ഏഷഃ അക്രൂരഃ ഈ അക്രൂരൻ, ഭവതിച്ഛയാ ഏവ കുചരിതസ്യ സത്രാജിതഃ ഹിംസാം യുയോജ നിന്തിരുവടിയുടെ ഇച്ഛയനുസരിച്ചു തന്നെയാണ് ദുഷ്കൃത്യങ്ങൾ ചെയ്ത സത്രാജിത്തിനെ ഹിംസിച്ചത്. ത്വം പുനഃ അക്രൂരതഃ മണിം അനാഹൃതവാൻ, നിന്തിരുവടിയാകട്ടെ അക്രൂരൻ്റെ പക്കൽ നിന്ന് സ്യമന്തകം തിരിച്ചെടുക്കുക ഉണ്ടായില്ല. തസ്യ ഏവ ഭൂതിമുപദാതും ഇതി ബ്രുവന്തി, അത് അവന് അക്രൂരന് തന്നെ ഐശ്വര്യം വർദ്ധിപ്പിക്കുവാനാണ് എന്ന് അഭിജ്ഞന്മാർ പറയുന്നു, അറിവുള്ളവർ പറയുന്നു. 10-ാമത്തെ ശ്ലോകം. ഭക്തസ്ത്വയി സ്ഥിരതരഃ സഹി ഗാന്ധിനേയസ്തസ്യൈവ കാപഥമതി കഥമീശ ജാതാ വിജ്ഞാനവാൻ പ്രശമവാനഹമിത്യുദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ. അർത്ഥം: ഈശ ഭഗവാനെ, സഹ ഗാന്ധിനേയഃ ആ അക്രൂരൻ, ത്വയി സ്ഥിരതരഃ ഭക്തഃ ഹി നിന്തിരുവടിയിൽ സ്ഥിരഹൃദയനായ പരമഭക്തനാണല്ലോ. തസ്യ ഏവ കാപഥമതിഃ കഥം ജാത അവന് തന്നെ ചീത്തമാർഗത്തിൽ ഹിംസയിൽ പ്രവർത്തിക്കാനുള്ള ബുദ്ധി എങ്ങനെ ഉണ്ടായി?
അഹം വിജ്ഞാനവാൻ പ്രശമവാൻ ഇതി ഉദീർണം ഗർഭം ശമയിത്തും. ഞാൻ തികഞ്ഞ അറിവുള്ളവനും മനഃശാന്തി നേടിയവനുമാണ് എന്ന അക്രൂരൻ്റെ അഹങ്കാരം തീർക്കുവാൻ ഭവതാ കൃതായേവ ധ്രുവം, നിന്തിരുവടി ഉണ്ടാക്കിത്തീർത്തതാണ് ഇതെന്ന് ഞാൻ തീർച്ചപ്പെടുത്തുന്നു. 11ാമത്തെ ശ്ലോകം. യാതം ഭയേന കൃതവർമ്മയുതം പുനസ്തമാഹൂയ തദ്വിനിഹിതം ച മണിം പ്രകാശ്യ തത്രൈവ സുവ്രതധരേ വിനിധായ തുഷ്യൻ ഭാമാകുജാന്തശയന പവനേശപായ. അർത്ഥം: ഭയേന പേടിച്ച്, കൃതവർമ്മയുതം യാതം തം പുനഃ ആഹൂയ കൃതവർമാവിനോടുകൂടി ഓടിപ്പോയ ആ അക്രൂരനെ അനന്തരം വിളിച്ചു വരുത്തുകയും തദ്വിനിഹിതം മണിം പ്രകാശ്യച്ച, ശതധന്വാവ് അവനിൽ സൂക്ഷിക്കാനേൽപ്പിച്ചിരുന്ന സ്യമന്തകത്തെ വെളിപ്പെടുത്തുകയും ചെയ്ത് സുവ്രതധരേ തത്രയേവ മണിം വിനിധായ തുഷ്യൻ, തികച്ചും വ്രതനിഷ്ഠയുള്ള അവനിൽ തന്നെ ആ രത്നത്തെ സമർപ്പണം ചെയ്തിട്ട് സന്തോഷത്തോടെ ഭാമാകുജാന്ത ശയനഹത്വം പവനേശ മാം പായ, സത്യഭാമയുടെ തിരുമാറിൽ വിശ്രമസുഖം അനുഭവിക്കുന്ന നിന്തിരുവടി അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ കാത്തരുളേണമേ. ശ്രീമന്നാരായണീയത്തിലെ 80ാം ദശകത്തിലെ സ്യമന്തക കഥയുടെ ബാക്കി പറയാം. അതിങ്ങനെയാണ്. അതായത്, ഭഗവാൻ സത്യഭാമയുമായി കഴിഞ്ഞുകൂടവേ കുറച്ചു കാലത്തിന് ശേഷം പാണ്ഡവന്മാർ അരക്കില്ലത്തിൽ വെന്തുപോയി എന്ന വൃത്താന്തം കേട്ട് കുരുദേശത്തേക്ക്, ഹസ്തിനപുരത്തേക്ക് എഴുന്നള്ളുകയുണ്ടായി. ഈ പാണ്ഡവന്മാർ ഭഗവാന്റെ അച്ഛൻ പെങ്ങളുടെ, അതായത് കുന്തിദേവിയുടെ മക്കളും അതുപോലെ ഭഗവാന്റെ ഉറ്റ സുഹൃത്തുക്കളുമാകയാൽ അവർക്ക് പറ്റിയ അത്യാപത്ത് കേട്ട് അതിനെപ്പറ്റി അന്വേഷിക്കാൻ ഭഗവാൻ ഹസ്തിനപുരത്തിലേക്ക് പുറപ്പെട്ടു. ആ തക്കം നോക്കി അക്രൂരനും കൃതവർമാവും ശതധന്വാവിനെ പറഞ്ഞ് പിരുമുറുക്കി താങ്കൾക്ക് വിവാഹം ചെയ്തു തരാമെന്ന് പറഞ്ഞ സത്യഭാമയെ വാക്കുമാറ്റി കൃഷ്ണന് കൊടുത്തത് സത്രാജിത്ത് ചെയ്ത അക്ഷന്തവ്യമായ അപരാധമാണ്, അതിന് പകരം ചോദിക്കണം എന്ന് പറഞ്ഞു. സത്രാജിത്തിനെ നിഗ്രഹിച്ച് സ്യമന്തകം കൈവശപ്പെടുത്തുക തന്നെ വേണം എന്നും മറ്റും ദുരുപദേശം കേട്ട ശതധന്വാവ് ഒരു ദിവസം ഉറങ്ങിക്കിടന്നിരുന്ന സത്രാജിത്തിനെ നിഗ്രഹിച്ച് സ്യമന്തകം കൈക്കലാക്കി. ഭക്തനായ അക്രൂരനുകൂടി ഈ ദുർബുദ്ധി ഉണ്ടായല്ലോ എന്ന കവിയുടെ ആശ്ചര്യവും ദുഃഖവും സൂചിപ്പിക്കുന്നതാണ് ഹി എന്ന ശബ്ദം. സത്യഭാമ തൻ്റെ പിതാവിൻ്റെ വധം കേട്ട് ദുഃഖിച്ചപ്പോൾ രാമകൃഷ്ണന്മാർ ലോകരീതി അനുസരിച്ച് നമുക്ക് വല്ലാത്ത ആപത്ത് വന്നു വെട്ടുവല്ലോ എന്ന് കണ്ണീരോടെ വിലപിച്ചു. ഉടനെ ദ്വാരകയിലേക്ക് മടങ്ങി ശതധന്വാവിനെ നിഗ്രഹിക്കാൻ ഒരുമ്പെട്ടു. രാമകൃഷ്ണന്മാർ ദ്വാരകയിലെത്തിയ വിവരം അറിഞ്ഞ ശതധന്വാവ് കൃതവർമാവിനോടും അക്രൂരനോടും തന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഈശ്വരന്മാരായ രാമകൃഷ്ണന്മാർക്ക് എതിര് നിൽക്കുവാൻ തങ്ങളെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇരുവരും ഒഴിഞ്ഞുമാറി. ശ്രീകൃഷ്ണ ഭഗവാൻ ബലരാമനും ഒരുമിച്ച് ഗരുഡധ്വജാങ്കിതമായ രഥത്തിൽ കയറി പേടിച്ചോടുന്ന ശതധന്വാവിനെ പിന്തുടർന്നു. അതിവേഗത്തിൽ പായുന്ന കുതിരയുടെ പുറത്തു കയറി കുതിച്ചുപാഞ്ഞു തുടങ്ങിയ ശതധന്വാവ് മിഥിലാ രാജധാനിയിലെ ഉപവനത്തിലെത്തി. ക്ഷീണിച്ച കുതിര അവിടെ വീണ് ചത്തു. താഴത്തിറങ്ങി ഓടാൻ തുടങ്ങിയ ശതധന്വാവിനെ പിന്തുടർന്ന് ഓടിയ ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് അവൻ്റെ കഴുത്തറത്തു. ശതധന്വാവിൻ്റെ കഴുത്ത് അറത്തു. അവൻ്റെ ഉടുവസ്ത്രത്തിൽ എവിടെയെങ്കിലും സ്യമന്തകം ഒളിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. കാണാതെ മടങ്ങി വന്ന വിവരം ഭഗവാൻ ജ്യേഷ്ഠനായ ബലഭദ്രനെ അറിയിച്ചു. ശതധന്വാവ് ദ്വാരകയിൽ തന്നെ ആരുടെയെങ്കിലും കയ്യിൽ സ്യമന്തകം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടാകും. ദ്വാരകയിലേക്ക് മടങ്ങി അന്വേഷിക്കൂ, ഞാൻ പ്രിയ സുഹൃത്തായ മിഥിലാ രാജാവിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ബലരാമൻ മിഥിലാ രാജധാനിയിലേക്ക് പോയി. പ്രിയ സുഹൃത്തിൻ്റെ സൽക്കാരം സ്വീകരിച്ച് ബലരാമൻ കുറച്ചുകാലം അവിടെ താമസിച്ചു. സ്യമന്തക രത്നത്തെ സംബന്ധിച്ചിടത്തോളം ബലരാമന് പല ശങ്കകളും ഉണ്ടായിരുന്നു. കൃഷ്ണൻ തന്നെ സ്യമന്തകം എടുത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ടോ
ഏതായാലും പലതരം കിംവദന്തികളും പരക്കാൻ ഇടവന്നിട്ടുള്ള ഈ കാലഘട്ടത്തിൽ കുറച്ചുകാലം ദ്വാരക വിട്ട് താമസിക്കുകയാണ് നല്ലതെന്ന് ബലരാമൻ വിചാരിച്ചിരിക്കാം. ഗഹനാശയനും ദുർബോധലീലനുമായ, അതായത് ആർക്കും മനസ്സിലാകാത്ത ലീലകൾ ചെയ്യുന്ന ഭഗവാൻ കൃഷ്ണൻ തന്നെ ഒടുവിൽ സ്യമന്തക രഹസ്യം വെളിപ്പെടുത്തുമെന്ന് അദ്ദേഹത്തിന്, അതായത് ബലരാമന് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ശതധന്വാവ് ഓടിപ്പോകുമ്പോൾ സ്യമന്തകരത്നം അക്രൂരൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു. ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് തന്നെയാണ് ദുഷ്കൃത്യങ്ങൾ ചെയ്ത സത്രാജിത്തിനെ അക്രൂരൻ ഹിംസിച്ചത്. ഭഗവാനാകട്ടെ അക്രൂരൻ്റെ പക്കൽ നിന്ന് സ്യമന്തകം തിരിച്ചെടുക്കുകയും ഉണ്ടായില്ല. അത് അക്രൂരന് തന്നെ ഐശ്വര്യം വർദ്ധിപ്പിക്കുവാനാണ് എന്ന് ജ്ഞാനികൾ പറയുന്നു. അമ്പാടിയിൽ ചെന്നു അക്രൂരനെ നാം കണ്ടതാണല്ലോ. ഭഗവാന്റെ പ്രിയ ഭക്തനും ഭഗവാനിൽ സ്ഥിരഹൃദയനായ പരമഭക്തനാണ് അക്രൂരൻ. ആ അക്രൂരന് ഈ ദുർബുദ്ധി ഉണ്ടായതിൽ അത്ഭുതം തോന്നുന്നു. ഭക്തന്മാരുടെ അഹങ്കാരം നശിപ്പിച്ച്, അതായത് അക്രൂരന് തികഞ്ഞ അറിവുള്ളവനും മനഃശാന്തി നേടിയവനുമാണ് എന്ന ഒരു ബോധമുണ്ടായിരുന്നു, എന്നൊരു അഹങ്കാരമുണ്ടായിരുന്നു. ആ അഹങ്കാരം തീർക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടിയാണ് അക്രൂരൻ്റെ ഭക്തൻ്റെ ഹൃദയത്തിൽ കൂടുതൽ ശുദ്ധി ഉണ്ടാക്കുക എന്നതിന് ഭഗവാൻ സ്വീകരിക്കുന്ന പല ലീലകളിൽ ഒന്നാണ് ഇത് എന്ന് കവി സമാധാനിക്കുന്നു. സത്രാജിത്തും ശതധന്വാവും സുവ്രതധരന്മാരായിരുന്നില്ല. അവർക്ക് മനഃശുദ്ധി ഉണ്ടായിരുന്നില്ല എന്നത് വ്യക്തമാണ്. അക്രൂരനും ഉണ്ടായിരുന്ന ഗർഭാദികൾ, അഹങ്കാരാദികൾ ഭഗവാൻ ഇങ്ങനെ പരിഹരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തികച്ചും സുവ്രതധരനായി തീർന്നു. അപ്പോൾ സ്യമന്തകൻ വേണ്ടതുപോലെ പൂജിച്ചു വെച്ചു കൊണ്ടിരിക്കുവാനുള്ള അധികാരം അക്രൂരന് സിദ്ധിക്കുകയും ചെയ്തു. അതാണ് ഭക്തോത്തമനായ അദ്ദേഹത്തിന് തന്നെ സ്യമന്തകൻ സമർപ്പിച്ചത്. സ്യമന്തകൻ കൃഷ്ണൻ തന്നെ എടുത്ത് എവിടെയോ ഒളിച്ചു വച്ചിരിക്കുകയാണ് എന്ന് ദ്വാരകാവാസികൾക്ക് പൊതുവായും ബലരാമന് പ്രത്യേകമായും സംശയമുണ്ടായിരുന്നു. ബലരാമൻ തന്നിമിത്തമാണ്, അത് കാരണമാണ് മിഥിലയിൽ പോയി താമസിച്ചത് എന്ന് പോലും ധാരണ ജനങ്ങളിൽ പരന്നിരുന്നു. ഇതെല്ലാം ഇല്ലാതാക്കുവാനാണ് അക്രൂരൻ സൂക്ഷിച്ചിരുന്ന മണിയെ ഭഗവാൻ പ്രകാശനം ചെയ്തത്. ഭഗവാൻ അക്രൂരനോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. കിന്തു മാം അഗ്രജ സമ്യഗ്ന പ്രത്യേതി മണിം പ്രതി ദർശയസ്വ മഹാഭാഗ ബന്ധൂനാം ശാന്തിമാവഹ. സ്യമന്തക രത്നത്തെ സംബന്ധിച്ച് ബലരാമ ജ്യേഷ്ഠന് പോലും എന്നെ നല്ലവണ്ണം വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഈ മണി എല്ലാവർക്കും കാണിച്ചു കൊടുക്കൂ. ദ്വാരകയിലുള്ള ബന്ധുക്കളെ സന്തോഷിപ്പിക്കൂ. അങ്ങനെ സത്യഭാമയുടെ തിരുമാറിൽ വിശ്രമം അനുഭവിക്കുന്ന അലയോ ഗുരുവായൂരപ്പ, എന്നെ കാത്തരുളയണമേ.